നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. ഡി-സോൺ കലോത്സവത്തിന്റെ പേരിൽ KSU പ്രവർത്തകർക്കെതിരെ DYFI SFI അതിക്രമത്തിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകർ DIG ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഭരണഘടന എന്തെന്നറിയാത്തവർ ഭരിക്കുന്നത് രാജ്യത്തിന് അപമാനമെന്ന് ജസ്റ്റിസ് കമാൽ പാഷ. മാടക്കത്ര പഞ്ചായത്തിലെ പാലിയേറ്റീവ് ഡേ കലാഭവൻ സലീം ഉദ്ഘാടനം ചെയ്തു. അശ്വമേധം കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഡി-സോൺ കലോത്സവത്തിന്റെ പേരിൽ ജില്ലയിലാകെ KSU പ്രവർത്തകർക്കെതിരെ അക്രമം നടക്കുന്നതിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകർ DIG ഓഫീസിലേക്ക് മാർച്ച് നടത്തി. പോലീസ് ഹൈറോഡിൽ ബാരിക്കേഡ് വെച്ച് മാർച്ച് തടഞ്ഞു. ജില്ലയിലെ ക്യാമ്പസുകളിലും KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ വീടുകളിലും CPM നിയന്ത്രണത്തിൽ DYFI SFIക്കാർ ആക്രമണം നടത്തുകയാണെന്ന് മുൻ DCC പ്രസിഡന്റ് ജോസ് വള്ളൂർ പറഞ്ഞു. ഇനിയും ആക്രമണം തുടർന്നാൽ കയ്യും കെട്ടി നോക്കി നിൽക്കില്ല. പോലീസ് ഏകപക്ഷീയമായാണ് പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. ഭരണഘടന എന്തെന്നറിയാത്തവർ ഭരിക്കുന്നത് രാജ്യത്തിന് അപമാനമെന്ന് ജസ്റ്റിസ് B കമാൽ പാഷ. ഇന്ത്യയുടെ ഭരണഘടനയാണ് ഇന്ത്യയുടെ ജീവൻ. അതിന്റെ മഹത്വം അറിയാത്തവർ ഭരിക്കുന്നതാണ് അപജയമെന്ന് ജസ്റ്റിസ് കമാൽ പാഷ. കേരള അറബിക് മുൻഷീസ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് അവാർഡ് സമർപ്പണവും നടത്തി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തട്ടമിട്ടവരെ കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത് തടഞ്ഞിരുന്ന കാലത്തിൽ നിന്ന് വിദ്യാർത്ഥികൾ എന്ത് വേഷം ധരിക്കണമെന്ന് ഇടപെടുന്ന കാലത്തേക്ക് മാറിയത് ഭരണഘടനയോടുള്ള വെല്ലുവിളിയാണ്. ഭരണകൂടത്തിൽ ഉൾപ്പെടെയുള്ള ഗാന്ധി നിഷേധം നീതീകരിക്കാനാകില്ല. ഇന്ത്യക്കാരെക്കാൾ ഗാന്ധിയെ ദക്ഷിണാഫ്രിക്കക്കാർക്ക് വേണമെന്നതാണ് വസ്തുത. സംഘാടക സമിതി ചെയർമാൻ CA മുഹമ്മദ് റഷീദ് അധ്യക്ഷനായി. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ AK അജിതകുമാരി മുഖ്യാതിഥിയായി. നജീബ് കാന്തപുരം CH അവാർഡും CA സാബിറ MS മൗലവി അവാർഡും ഏറ്റുവാങ്ങി. സംസ്ഥാന പ്രസിഡന്റ് AA ജാഫർ, ജനറൽ സെക്രട്ടറി M തമീമുദ്ദീൻ, ട്രഷറർ PP ഫിറോസ് എന്നിവരും പ്രസംഗിച്ചു. മാടക്കത്ര പഞ്ചായത്തിലെ പാലിയേറ്റീവ് ഡേ പ്രമാണിച്ച് പാലിയേറ്റീവ് രോഗികളുടെ സംഗമം നടന്നു. കലാഭവൻ സലീം സംഗമം ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിര മോഹനൻ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, PS വിനയൻ എന്നിവർ പങ്കെടുത്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ചന്ദ്രൻ ഉപഹാരങ്ങൾ വിതരണം ചെയ്തു. CHC സൂപ്രണ്ട് ഡോക്ടർ ജയന്തി, ഡോക്ടർ അനിത, ഹോമിയോ ഡോക്ടർ മായ,
HI അഭയകുമാർ, ജനപ്രതിനിധികൾ, തൃശൂർ സംഘകലയുടെ നാടൻ പാട്ടുകളും ഉണ്ടായി. സ്നേഹ വിരുന്നോടെ യോഗം സമാപിക്കുകയും ചെയ്തു. അശ്വമേധം 6.0 കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം നടന്നു. സീറോ ലെപ്രസി എന്ന ലക്ഷ്യം കൈവരിക്കാൻ ജനുവരി 30 മുതൽ ഫെബ്രുവരി 12 വരെയാണ് അശ്വമേധം 6.0 കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന ക്യാമ്പയിൻ മേയർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ വിമല കോളേജിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ലെപ്രസി ഓഫീസർ ഡോക്ടർ ഫ്ലെമി ജോസ് സ്വാഗതം ആശംസിച്ചു. ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ സജീവ് കുമാർ ക്യാമ്പയിൻ സന്ദേശം നൽകി. ജില്ലാ RCH ഓഫീസർ ഡോക്ടർ മിനി VK പ്രതിജ്ഞ ചൊല്ലി. ജില്ലയിൽ കുട്ടികളിൽ ഉൾപ്പെടെ കുഷ്ഠരോഗബാധ റിപ്പോർട്ട് ചെയ്യുന്നു. അംഗവൈകല്യം ഉണ്ടായ രോഗം നിർണ്ണയിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പരിശീലനം സിദ്ധിച്ച വോളണ്ടിയർമാർ 2 വയസ്സിന് മുകളിൽ പ്രായമുള്ള എല്ലാവരെയും സ്ക്രീനിങ്ങിന് വിധേയരാക്കും. 2027ഓടെ കുഷ്ഠരോഗം പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്നതാണ് ലക്ഷ്യം. പാടുകൾ നോക്കാം, ആരോഗ്യം കാക്കാം എന്നതാണ് ഈ വർഷത്തെ ക്യാമ്പയിൻ സന്ദേശം. NSS വോളണ്ടിയർമാർ ബോധവൽക്കരണ ഫ്ലാഷ് മോബ് നയിച്ചു. അധ്യാപകർ, ആരോഗ്യ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. വളരെ മുമ്പേ വന്നു നിൽക്കുന്ന വിഭാഗമാണ്. പ്രത്യേകമായി ഒരു സല്യൂട്ട്. ഇത് ഒരു ഡിറ്റക്ഷൻ ക്യാമ്പയിനാണ്. പഴയ കാലത്തിലേക്ക് തിരിച്ചു പോകുകയാണെങ്കിൽ നമ്മുടെ മുമ്പ് ഇന്നത്തെ ആൾക്കാർക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല. സ്മോൾ പോക്സ്, പണ്ട് കാലത്ത് സ്മോൾ പോക്സ് എന്ന് പറയുന്ന അസുഖം വന്നാൽ കേരള പ്രദേശ് കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം 140 നിയോജക മണ്ഡലങ്ങളിലും കർഷക ദ്രോഹ നടപടിക്കെതിരെ പന്തംകുളത്തി പ്രകടനം നടന്നു. വടക്കാഞ്ചേരി നിയോജക മണ്ഡലം കർഷക കോൺഗ്രസ് പ്രസിഡന്റ് സണ്ണി മാരിയിൽ അധ്യക്ഷത വഹിച്ചു. പ്രതിഷേധ പരിപാടി PG ജയദീപ് ഉദ്ഘാടനം ചെയ്തു. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി പോലുവളപ്പിൽ മുഖ്യപ്രഭാഷണം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി V കുര്യാക്കോസ്, സംസ്ഥാന സെക്രട്ടറിമാരായ CR രാധാകൃഷ്ണൻ, ഗോവിന്ദൻകുട്ടി, ജില്ലാ സെക്രട്ടറിമാരായ അഗസ്റ്റിൻ ജോസഫ്, നാസർ മങ്കര തുടങ്ങിയവരും നേതൃത്വം നൽകി. SNDP വാരിക്കുളം ശാഖ 24ാമത് പ്രതിഷ്ഠാദിനം വാരിക്കുളം കിഴക്കുംഭാഗത്ത് അതിവിപുലമായ ആഘോഷ പരിപാടികളോടെ സംഘടിപ്പിച്ചു. വിവിധ വാദ്യഘോഷങ്ങളോടെ നടന്ന ചടങ്ങിൽ 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. ഊട്ട് നേർച്ചയിൽ നിരവധി പേർ പങ്കെടുത്തിരുന്നു.
മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. കരുമത്ര 46-ാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഓഫീസിൽ മഹാത്മജിയുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും ഗാന്ധി അനുസ്മരണവും നടന്നു. ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സന്തോഷ് എറക്കാട്ട് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. ഭാരവാഹികളായ എൻ.എം. വിനീഷ്, ജെയിംസ് കുണ്ടുകുളം, എ ബഷീർ, ജസ്റ്റിൻ പാണങ്ങാടൻ, പി.ടി. ഔസേബ്, കെ.സി. സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. അടിയുറച്ച് വിശ്വസിച്ച് തന്റെ ജീവിതം രാജ്യത്തിനായി സമർപ്പിച്ച മഹാത്മാഗാന്ധിയുടെ ആശയങ്ങൾ ലോകത്തിന് മാതൃകയാണ്. അത് രാജ്യത്തിന് അഭിമാനമാണ്. 1947 ഓഗസ്റ്റ് 15 രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം രാജ്യത്തെ പ്രഥമ പ്രസിഡന്റായ മഹാത്മാഗാന്ധി ഒരു വർഷം പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുന്നതിന് മുൻപേ രാജ്യത്തിനു വേണ്ടി തന്റെ ജീവൻ ബലിയേൽക്കേണ്ടി വന്നു. ആരാണ് കൊന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, സംഘപരിവാർ മത തീവ്രവാദികളാണ് ഗാന്ധിജിയെ വെടിവെച്ചു കൊന്നതെന്ന്. നമുക്കറിയാം, രാജ്യത്തിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടി ത്യാഗോജ്വലമായ പോരാട്ടങ്ങൾ നടത്തി സഹനങ്ങളും സഹിച്ചാണ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യം സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ആ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് 1948 ജനുവരി 30 മഹാത്മാഗാന്ധിയെ സംഘപരിവാർ ഭീകരർ വെടിവെച്ചു കൊന്നത്. അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വ ദിനത്തിൽ കരിമത്ര 46-ാം ബൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ അനുസ്മരണത്തിലും പുഷ്പാഞ്ജലിയിലും പങ്കെടുത്ത മുഴുവൻ സഹപ്രവർത്തകരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. KSSPU തെക്കുംകര പഞ്ചായത്ത് യൂണിറ്റിന്റെ 33-ാം വാർഷിക സമ്മേളനം ആന്റണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. KK ഭരതൻ മാസ്റ്റർ അധ്യക്ഷനായിരുന്നു. MN കൃഷ്ണൻകുട്ടി വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. തോമസ് M മാത്യു മാസ്റ്റർ, MJ അഗസ്റ്റിൻ, PK സജീവൻ, K നാരായണൻകുട്ടി, CA ഷെയ്ഖ് അബ്ദുള്ള എന്നിവരും സംസാരിച്ചു. ഭാരവാഹികളായി പ്രസിഡന്റ് KK ഭരതൻ മാസ്റ്റർ, സെക്രട്ടറി MN കൃഷ്ണൻകുട്ടി, ട്രഷറർ C ജോസ് ആന്റോ എന്നിവരെ തിരഞ്ഞെടുത്തു. സമ്മേളനങ്ങൾ നമുക്ക് നടത്താൻ കഴിഞ്ഞു. ഇപ്പോൾ 33 സമ്മേളനത്തിൻ്റെ ആദ്യ സമ്മേളനം എന്ന എനിക്ക് യൂണിറ്റ് സമ്മേളനങ്ങൾ കേരളത്തിൽ നടന്നു വരികയാണ്. ഈ ജനുവരി അവസാനിക്കുമ്പോഴേക്കും ഏതായാലും 200-ൽ പരം യൂണിറ്റ് സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞിരിക്കും. ഈ യൂണിറ്റ് സമ്മേളനത്തിനുള്ള പ്രത്യേകതയുണ്ട്. ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാന സമ്മേളനങ്ങൾ പങ്കെടുക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലേഴ്സ് ആയിരിക്കും. പക്ഷേ യൂണിറ്റ് സമ്മേളനം അതല്ല. മുഴുവൻ അംഗങ്ങളും പങ്കെടുക്കാവുന്ന, നിർബന്ധമായും പങ്കെടുക്കേണ്ട ഒരു സമ്മേളനമാണ് യൂണിറ്റ് സമ്മേളനം. നമ്മൾ ഈ ഒരു വർഷക്കാലം ചെയ്തിട്ടുള്ള കുറേ പ്രവർത്തനങ്ങളുണ്ട്. കുറേ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ കുറേ സമരങ്ങൾ നടത്തിയിട്ടുണ്ട്. തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് വർഗീസ് വാഗിയിൽ ഉദ്ഘാടനം ചെയ്തു. തെക്കുംകര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ജെയ്സൺ മാത്യു അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് O ശ്രീകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് എൽദോ തോമസ്, ജനറൽ സെക്രട്ടറിമാരായ PV ഹസനാർ, ജോഷി കല്ലിയൽ, ജോണി ചിറ്റിലപ്പിള്ളി, PV വിനയൻ, കർഷക കോൺഗ്രസ് വടക്കാഞ്ചേരി നിയോജക മണ്ഡലം പ്രസിഡന്റ് സണ്ണി മാരിയിൽ, സേവാദൾ നിയോജക മണ്ഡലം ചെയർമാൻ ബൈജു ഐനിക്കൽ, KPCC വിചാർ വിഭാഗ് മണ്ഡലം ചെയർമാൻ ഐസക് NJ എന്നിവരും നേതൃത്വം നൽകി. വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി. DCC സെക്രട്ടറി NR സതീശൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ് അധ്യക്ഷനായി. നേതാക്കളായ PN വൈശാഖ്, ബിജു ഇസ്മയിൽ, CA ശങ്കരൻകുട്ടി, NR രാധാകൃഷ്ണൻ, ജയൻ മംഗലം തുടങ്ങിയവർ പ്രസംഗിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു ഗോഡ്സെ സ്വാഭാവികമായും അദ്ദേഹത്തെ 1930 ജനുവരി 30 വധിച്ചു. നിരവധിയായ ഗോഡ്സെമാർ ഈ രാജ്യത്ത് ഇന്നും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് 77 വർഷം പിന്നിട്ട് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വ ദിനം ആചരിക്കുമ്പോൾ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ട ഏറ്റവും അതിപ്രധാനമായ കാര്യം എന്ന് പറയുന്നത്, ഒരു രാജ്യത്തെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു രാജ്യത്തെ ഒരു ജനതയെ
നിരായുധീകരണത്തിൽ കൂടി അല്ലെങ്കിൽ അഹിംസാ മാർഗത്തിൽ കൂടിയൊക്കെ തന്നെ ആ രാജ്യത്തിനെ സ്വാതന്ത്ര്യം നേടി. ലോകത്തെ മറ്റ് രാജ്യങ്ങൾക്ക് മഹാത്മാഗാന്ധി മാതൃകയാണ്. മച്ചാട് കാർണിവൽ സീസൺ 3യുടെ നോട്ടീസ് പ്രകാശനം നടത്തി. പുന്നമ്പറമ്പ് ഗ്രാമപഞ്ചായത്തും തൃശൂർ ജില്ലാ വ്യവസായ വകുപ്പും സംയുക്തമായി നടത്തുന്ന മച്ചാട് കാർണിവൽ സീസൺ 3യുടെ നോട്ടീസ് പ്രകാശനം മച്ചാട് മാമാങ്കം പറയെടുപ്പ് പാരമ്പര്യ അവകാശി അരീക്കര ഇല്ലം AP കൃഷ്ണകുമാർ പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ PR രാധാകൃഷ്ണൻ, VC സജീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MK ശ്രീജ, ഭരണസമിതി അംഗങ്ങളായ K രാമചന്ദ്രൻ, C സുരേഷ്, ഐശ്വര്യ ഉണ്ണി, ശാന്ത ഉണ്ണികൃഷ്ണൻ, PT മണികണ്ഠൻ എന്നിവർ ആശംസകൾ അറിയിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി സ്വാഗതം ആശംസിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി ഡോക്ടർ TN ബിന്ദു നന്ദി അറിയിച്ചു. ഫെബ്രുവരി 13 മുതൽ 20 വരെ കാർണിവൽ. 30-ന് ആലത്തൂർ MP K രാധാകൃഷ്ണൻ, വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റലപ്പള്ളിയുടെ അധ്യക്ഷതയിൽ ഉദ്ഘാടനം ചെയ്യും. വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ, അമ്യൂസ്മെന്റ് പാർക്ക്, ഭക്ഷ്യമേള, കാർഷിക ഉപകരണ പ്രദർശനം, ചിത്രരചനാ കലാ മത്സരങ്ങൾ തുടങ്ങിയവ ഉണ്ടായിരിക്കും. വിവിധ കലാപരിപാടികൾ കാർണിവലിന്റെ ഭാഗമായി നടത്തുന്നു. കാരണം ഒരു പ്രദർശന വിപണന മേള എന്ന് പറയുമ്പോൾ ആ പ്രദർശന വിപണന മേളയിലേക്ക് വരുന്ന സംരംഭകർ അവരുടെ മറ്റ് എല്ലാ പരിപാടികളും മാറ്റിവെച്ചാണ് നമ്മുടെ ഈ പഞ്ചായത്തിലേക്ക് 6-7 ദിവസം ഈ മാമാങ്കത്തിൻ്റെ കാർണിവലിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നത്. തീർച്ചയായും മാമാങ്കത്തെ സംബന്ധിച്ച് നമുക്കറിയാം, ഒരു 4-5 മണി മുതലാണ്. ചൊവ്വാഴ്ച ഒഴിച്ചാൽ മറ്റുള്ള ദിവസങ്ങളിൽ അമ്പലത്തിലേക്ക് ആളുകൾ കടന്നു വരുന്നു. അപ്പോൾ സ്വാഭാവികമായും രാവിലെ മുതൽ 4 മണി വരെ ഇത്തരം എക്സിബിഷനായാലും പ്രദർശന വിപണന മേളയായാലും ആളുകൾ അതിലേക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയം വരെ അവിടെ ഒരു ദിവസം മാറ്റിവെച്ച് വൈകുന്നേരം 10 മണി വരെ അതിൽ പങ്കെടുക്കുകയാണ്. ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487-237-2374, മൊബൈൽ 790227-2374. സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം. 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ.
കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വാർത്തകൾ തുടരുന്നു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സ്പോർട്സ് കിറ്റ് നൽകി. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം കായിക വിനോദത്തിനും മികച്ച സൗകര്യമൊരുങ്ങുന്നു. സ്കൂളിന് ആവശ്യമായ സ്പോർട്സ് കിറ്റ് വാങ്ങാൻ 2.20 ലക്ഷം രൂപയുടെ ചെക്ക് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന് കൈമാറി. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സർക്കാർ സ്കൂളുകളിലെ കായിക വിദ്യാഭ്യാസം മികവുറ്റതാക്കാൻ ഗെറ്റ് സെറ്റ് തൃശൂർ ക്യാമ്പയിനിന്റെ ഭാഗമായാണ് എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സ്പോർട്സ് കിറ്റ് വിതരണം ചെയ്തത്. നിറ്റ ജലാറ്റിൻ കമ്പനിയുടെ CSR ഫണ്ടിൽ നിന്നാണ് ആവശ്യമായ തുക സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ചത്. സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും H&R ബ്ലോക്ക് കമ്പനിയുടെ ജീവനക്കാരനുമായ ശിവയുടെ നേതൃത്വത്തിൽ 21 വിദ്യാർത്ഥികൾക്കുള്ള സ്പോർട്സ് കിറ്റുകൾ ജില്ലാ കളക്ടർ വിതരണം ചെയ്തു. വാർഡ് മെമ്പർ MK ജോസ്, പ്രിൻസിപ്പൽ ഷീബ ജോസ്, PTA പ്രസിഡന്റ് ഷീബ രാജേഷ്, നിറ്റ ജലാറ്റിൻ മാനേജർ പോളി സെബാസ്റ്റ്യൻ, മാനേജർ എബി നെൽസൺ, അധ്യാപകനായ CR വർഗീസ് എന്നിവരും പങ്കെടുത്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കളക്ടറേറ്റിൽ നടന്ന മീറ്റ് ദ കളക്ടർ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. അന്ന് വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടിയ വിഷയമായിരുന്നു കളിക്കാൻ ഗ്രൗണ്ട് ഇല്ല എന്നുള്ളതും സ്പോർട്സ് ഉപകരണങ്ങൾ നൽകണമെന്നുള്ളതും. സ്പോർട്സ് കേരള ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ നവീകരണം നടത്തുന്ന ഗ്രൗണ്ടിന്റെ പുരോഗതി വിലയിരുത്തുകയും ചെയ്തു. വിദ്യാർത്ഥികൾക്ക് ഗ്രൗണ്ടിൽ ഭാഗികമായി പരിശീലനം തുടങ്ങാൻ ഇപ്പോൾ കഴിയുമെന്ന് സ്കൂൾ അധികൃതർ അറിയിച്ചു. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ 6% പലിശ നിരക്കിൽ 5 സെന്റിൽ കുറയാത്ത സ്വന്തം വസ്തുജാമ്യത്തിന്റെയോ ഉദ്യോഗസ്ഥ ജാമ്യത്തിന്റെയോ ഈടിൽ നൽകുന്ന 2 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെയുള്ള സ്വയം തൊഴിൽ വായ്പകൾക്ക് തൃശൂർ ജില്ലയിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 18നും 55നും ഇടയിൽ പ്രായമുള്ള തൊഴിൽ രഹിതരായവർക്ക് അപേക്ഷിക്കാം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9400068508. പൊന്നൂക്കര മതിക്കുന്ന് ഗവൺമെന്റ് സ്കൂളിന്റെ 92ാമത് സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത് അധ്യക്ഷനായി. വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്കുള്ള പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ ഹെഡ്മിസ്റ്റർ സുനിമോൾ PJ, സ്റ്റാഫ് സെക്രട്ടറി സുമി MS, PTA പ്രസിഡന്റ് ബെന്നി KP, SMC ചെയർമാൻ MN രാജേഷ്, MPTA പ്രസിഡന്റ് വിഷ്ണുപ്രിയ, കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. പമ്പാഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണ മൻപിൽ കന്യണം നെഞ്ചി വിഘ്നങ്ങൾ വിനിയോയതിക്കണം. പമ്പാഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണ മൻപിൽ കന്യണം നെഞ്ചി വിഘ്നങ്ങൾ വിനിയോയതിക്കണം. പമ്പാഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണ മൻപിൽ തന്നെ തുമ്പിക്കേണം നെഞ്ചി വിഘ്നങ്ങൾ വിനിയോയതിക്കണം. വേദാന്ത പൊരുളിൻ ആഹാരശിലയെ കാരുണ്യക്കടൽ കണ്ട കലികാല പ്രഭുവേ കണി കാണാൻ മുന്നിൽ ചെല്ലുമ്പോൾ കർപ്പൂരത്തിരിയായി കത്തുമ്പോൾ അയ്യപ്പൻ കളഭച്ചാത്തണിയാൻ നിൽക്കുമ്പോൾ നെയ്യഭിഷേകം സ്വാമിക്ക്, മാലഭിഷേകം സ്വാമിക്ക്, തിരുവാഭരണം സ്വാമിക്ക്, തിരുവാഭരണം സ്വാമിക്ക്. പമ്പാഗണപതി പാരിന്റെ അധിപതി കൊമ്പാർന്നുണരണ മൻപിൽ നെഞ്ചി വിഘ്നങ്ങൾ വിനിയോയതിക്കണം. പൊന്നൂക്കര മതിക്കുന്ന് JBS സ്കൂളിൽ നിർമ്മിച്ച ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി നിർവഹിച്ചു.
ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 18 ലക്ഷത്തിൽ പരം രൂപ ചെലവഴിച്ചാണ് ടോയ്ലറ്റ് കോംപ്ലക്സിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സജിത് അധ്യക്ഷനായി. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PS ബാബു, പഞ്ചായത്ത് അംഗം നളിനി വിശ്വംഭരൻ, SMC ചെയർമാൻ MN രാജേഷ്, സ്കൂൾ HM സുനിമോൾ എന്നിവർ സംസാരിച്ചു. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ സംബന്ധിച്ച് 100 വർഷം പിന്നിടുക അല്ലെങ്കിൽ 90 വർഷം പിന്നിടുക എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ കാര്യമല്ല, എന്നാൽ ചെറിയ കാര്യവുമല്ല. 92 വർഷത്തിനിടയിൽ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് നേട്ടങ്ങൾ ഈ സ്കൂളിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് സർക്കാർ സ്കൂളുകൾ, എയ്ഡഡ് സ്കൂളുകൾ ഈ നാടിന് നഷ്ടമാണ്. അതുകൊണ്ട് അത് ഈ മണ്ണിൽ പ്രവർത്തിപ്പിക്കേണ്ടതില്ല, അത് പൊളിച്ചു വിൽക്കപ്പെടേണ്ടതാണ് എന്ന് ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്തിരുന്ന ഒരു കൂട്ടം ഭരണാധികാരികൾ നമുക്കുണ്ടായിരുന്നു. അവര് പോലും ഇന്ന് പറയില്ല 92 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള മാറ്റം ഏറ്റവും പുതിയതായി കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയ്ക്ക് ഈ സ്കൂളിനകത്ത് വന്നിട്ടുള്ള മാറ്റം, അത് വിദ്യാർത്ഥികളുടെ എണ്ണത്തിന്റെ കാര്യത്തിലായാലും ശരി, വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പാശ്ചാത്തല സൗകര്യമൊരുക്കുന്ന കാര്യത്തിലായാലും ശരി, എങ്ങനെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും കണ്ണം ചെപ്പിക്കുന്ന തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ മാത്രമല്ല, എവിടെയൊക്കെ സർക്കാർ സ്കൂളുകളുണ്ട്, ഞാൻ ഒന്നുകൂടി ആവർത്തിക്കട്ടെ, പൊളിച്ചു വിൽക്കാൻ തീരുമാനിച്ചിരുന്ന സർക്കാർ സ്കൂളുകളിലേക്ക് ഉൾപ്പെടെ ഇന്ന് കയറി ചെല്ലുമ്പോൾ മൾട്ടിനാഷണൽ കമ്പനികളുടെ ഓഫീസ് സമുച്ചയത്തിലേക്ക് കയറി ചെല്ലുന്ന പ്രതീതിയോടുകൂടി ബഹുനില കെട്ടിടങ്ങൾ, അതിനാവശ്യമായ തരത്തിലുള്ള ക്ലാസ് റൂമുകൾ, ആ ക്ലാസ് റൂമിലാകട്ടെ 1ലോ 2ലോ 3ലോ എന്ന വ്യത്യാസം കൂടാതെ LKGയിൽ ഉൾപ്പെടെ പഠിക്കുന്ന കുട്ടികൾക്ക് ലോകത്തിന്റെ ഏത് കോണിൽ നടക്കുന്ന സംഭവവാസങ്ങളും അവരുടെ വിരൽത്തുമ്പിൽ സ്വായത്തമാക്കാൻ കഴിയാവുന്ന തരത്തിൽ കമ്പ്യൂട്ടർ സംവിധാനത്തോടുകൂടി വികസിത രാജ്യങ്ങളിലെ വിദ്യാഭ്യാസ സംവിധാനത്തിന് അനുസൃതമായ തരത്തിൽ ഈ കൊച്ചു കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ വീട്ടിൽ അതിക്രമിച്ചു കടന്ന് മുളകുപൊടി എറിഞ്ഞ് ഗൃഹനാഥനെ കമ്പി വടികൊണ്ട് തലക്കടിച്ച കേസിലെ പ്രതികൾ അറസ്റ്റിൽ. കരൂപ്പടനയിൽ നടന്ന സംഭവത്തിലാണ് 2 പേർ അറസ്റ്റിലായത്. മതിലകം സ്വദേശി താജുദ്ദീൻ, മണ്ണുത്തി സ്വദേശി നൌഫിൽ എന്നിവരെ തൃശൂർ റൂറൽ SP B കൃഷ്ണകുമാറിന്റെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട DVSP KG സുരേഷ്, ഇൻസ്പെക്ടർ അനീഷ് കരീം എന്നിവരുടെ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. വാടകയ്ക്ക് താമസിക്കുന്ന തളിക്കുളം സ്വദേശി കല്ലിപ്പറമ്പിൽ വീട്ടിൽ സാദിഖിനാണ് പരിക്ക്. പുലർച്ചെ കോളിംഗ് ബെൽ കേട്ട് വാതിൽ തുറന്ന സാദിഖിന്റെ മുഖത്തേക്ക് മുളകുപൊടി എറിഞ്ഞ് കമ്പി വടികൊണ്ട് തലയ്ക്കും കൈയിനും അടിച്ചു വീഴ്ത്തി. സാദിഖ് ബഹളം വച്ചപ്പോൾ സംഘം ബൈക്കിൽ രക്ഷപ്പെട്ടു. നാട്ടുകാർ നൽകിയ വിവരങ്ങൾ, രാത്രിയിലെ അവ്യക്തമായ CCTV ദൃശ്യങ്ങൾ എല്ലാം മുൻ കേസിൽപ്പെട്ട പലരെയും പ്രതികളായി തോന്നാമെങ്കിലും ഇവരുടെ എല്ലാം വിവരങ്ങൾ വളരെ രഹസ്യമായി ശേഖരിച്ചാണ് കേസിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന് ഉറപ്പുവരുത്തി മുന്നോട്ടുള്ള അന്വേഷണത്തിൽ സംശയിക്കാത്തവർ വില്ലന്മാരായി എത്തുന്ന കഥാപാത്രങ്ങളെ പോലെ അന്വേഷണം ഈ പ്രതികളിലേക്ക് എത്തിയത്. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് മുൻ അംഗവും 2 ടേം പീച്ചി പട്ടികജാതി പട്ടികവർഗ റിസർവോയർ ഫിഷറി സഹകരണ സംഘം മുൻ പ്രസിഡന്റുമായിരുന്ന അംബിക ചിദംബരൻ കഴിഞ്ഞ 81 ദിവസമായി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ സമരത്തിലാണ്. പഞ്ചായത്ത് ഉടമസ്ഥതയിലുള്ള പട്ടികജാതി വനിതാ വ്യവസായ സമുച്ചയത്തിലെ മുറി പ്രതിമാസ വാടകയ്ക്ക് ലേലം ചെയ്തെടുത്ത് സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരം 6018 രൂപ ഡെപ്പോസിറ്റ് അടച്ചു. എന്നാൽ 7 മാസം കഴിഞ്ഞിട്ടും എഗ്രിമെന്റ് വച്ച് സംരംഭം തുടങ്ങാൻ പഞ്ചായത്ത് ഭരണസമിതി അനുവദിക്കുന്നില്ല. ജില്ലാ കളക്ടർ, നിയമസഭാ സബ് കമ്മിറ്റിക്കും പട്ടികജാതി കമ്മീഷൻ, ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ, ജില്ലാ ജോയിന്റ് ഡയറക്ടർ, LSGD, പഞ്ചായത്ത് ഭരണസമിതി എന്നിവിടങ്ങളിൽ പരാതി കൊടുത്തിട്ടും ഒരു നടപടിയുമില്ല. നീതി ലഭിക്കുന്നതുവരെ സമരം തുടരുമെന്നും ഫെബ്രുവരി 17-ന് വിവിധ സമുദായ സംഘടനകളുടെ സംയുക്താഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തുവാനും തീരുമാനിച്ചു. സജി പാമ്പാടി, KV രഘു, അംബിക ചിദംബരം, PG സിന്ധു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരിടവേള കൂടി. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992.
SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. റിവൈവൽ തൃശൂർ. പരിശുദ്ധാത്മ കവിഞ്ഞൊടുക്കുന്ന 7 ദിനങ്ങൾ. ഇക്കണ്ടവാരി റോഡ്, മനോരമ ഓഫീസിന് സമീപം, തൃശൂർ. 2025 ഫെബ്രുവരി മാസം 2-ാം തീയതി മുതൽ 8-ാം തീയതി വരെ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ. ഇന്ത്യൻ ഇവാഞ്ചലിസ്റ്റ് ബ്രദർ അനു ജേക്കബ് ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നു. കൃപാവരപ്രാപ്തരായ 40ഓളം അനുഗ്രഹീത അഭിഷിക്തന്മാർ ദൈവവചനം ശുശ്രൂഷിക്കുന്നു, ആരാധനകൾക്ക് നേതൃത്വം നൽകുന്നു. എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. വാർത്തകളിലേക്ക് വീണ്ടും. ഓർഫനേജ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഫെബ്രുവരി 1-ന് കുരീച്ചിറ സെന്റ് പോൾസ് കോൺവെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ മന്ത്രി ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന പ്രസിഡന്റ് ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി അധ്യക്ഷനാകും. രാവിലെ പ്രതിനിധി സമ്മേളനത്തിൽ ഫാദർ റോയ് മാത്യു വടക്കൻ, EP ഇമ്പിച്ചിക്കോയ, സിസ്റ്റർ വിനീത എന്നിവർ സംസാരിക്കും. കൺട്രോൾ ബോർഡ് അംഗീകാരമുള്ള 690 വൃദ്ധസദനങ്ങൾ, 67 അമ്മയും കുഞ്ഞും സംരക്ഷണ കേന്ദ്രങ്ങൾ, 26 ദത്തെടുക്കൽ കേന്ദ്രം, 19 ബെഗർ ഹോമുകൾ, 306 ഭിന്നശേഷി മാനസികാരോഗ്യ കേന്ദ്രങ്ങൾ, 44 പാലിയേറ്റീവ് കെയർ സെന്ററുകൾ എന്നിവയുടെ നിരവധി പ്രശ്നങ്ങൾ അവതരിപ്പിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ ലിജോ ചിറ്റിലപ്പള്ളി, സജി കെ മഞ്ഞപ്പള്ളി, ബിജു പിടിയത്ത്, ആർ സജീവൻ, TK ഇന്ദിര എന്നിവർ പങ്കെടുത്തു. ഡി-സോൺ കലോത്സവത്തിൽ വിദ്യാർത്ഥികളെ ആക്രമിച്ച KSU സംഘത്തെ പൊതുസമൂഹം ഒറ്റപ്പെടുത്തണമെന്നും കുപ്രചരണങ്ങളെ തള്ളിക്കളയണമെന്നും SFI. ബൈലോ പ്രകാരം കലോത്സവം നടത്താൻ അറിയാത്ത KSUക്കാരാണ് ഡി-സോൺ നടത്തിയത്. സംഘാടകരുടെ കെടുകാര്യസ്ഥത മൂലം മത്സരാർത്ഥികൾ വലഞ്ഞു. വിധി നിർണയത്തിൽ വലിയ അപാകതയുണ്ടായി. ഇത് ചൂണ്ടിക്കാണിച്ച വിദ്യാർത്ഥികളെ ക്രിമിനലുകൾ ആയുധം സഹിതം ആക്രമിച്ചു. KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂരിന്റെയും സംസ്ഥാന നേതാക്കളുടെയും നേതൃത്വത്തിലാണ് ആക്രമണം. വാളും ഇരുമ്പുവടികളും ദണ്ടുകളും ഉപയോഗിച്ചു പെൺകുട്ടികളടക്കമുള്ളവരെ ആക്രമിച്ചു. ക്രിമിനലുകളെ രക്ഷപ്പെടുത്താനുള്ള വാഹനമായി ആംബുലൻസിനെ മാറ്റി. വാർത്താ സമ്മേളനത്തിൽ SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്, സെക്രട്ടറി ജിഷ്ണു സത്യൻ, പ്രസിഡന്റ് ആർ വിഷ്ണു, സംസ്ഥാന കമ്മിറ്റി അംഗം AM മേഘന, കാലിക്കറ്റ് സർവകലാശാല യൂണിയൻ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം PC സായുജ് എന്നിവർ പങ്കെടുത്തു. കൊറിയർ സ്ഥാപനത്തിലെ പാഴ്സലിൽ 4 കിലോയിലധികം കഞ്ചാവ് പിടികൂടിയ കേസിലെ മുഖ്യപ്രതിയെ മുംബൈയിൽ നിന്ന് പിടികൂടി. കൊക്കാലയിലുള്ള കൊറിയർ സ്ഥാപനത്തിൽ വന്ന 2 പാഴ്സലുകളിൽ കഞ്ചാവെന്ന് സംശയം തോന്നി പോലീസിനെ അറിയിച്ച് പാഴ്സൽ പരിശോധിച്ചപ്പോൾ 4.168 കിലോഗ്രാം തൂക്കമുള്ള കഞ്ചാവ് കണ്ടെത്തി. മുഖ്യപ്രതിയായ കൊറിയർ ദാദ എന്ന് വിളിക്കുന്ന യോഗേഷ് ഗണപത് റാങ്കഡെ എന്നയാളെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ തൃശൂർ സിറ്റി ഡാൻസ് ഹൌസ് സംഘവും ഈസ്റ്റ് പോലീസും ചേർന്ന് മുംബൈയിൽ നിന്നാണ് പിടികൂടിയത്. കൊക്കാലയിലുള്ള കൊറിയർ സ്ഥാപനത്തിൽ 2 പാഴ്സലുകൾ വന്നിട്ടുണ്ടെന്നും കഞ്ചാവാണെന്ന് സംശയമുണ്ടെന്നും വിവരം ലഭിച്ചു. സ്ഥലത്തെത്തി പോലീസ് പരിശോധിച്ച് 4 കിലോയിലധികം കഞ്ചാവ് കണ്ടെടുത്തു. അന്വേഷണത്തിൽ മറ്റൊരു പ്രതിയായ നെടുപുഴ സ്വദേശി വിഷ്ണുവിനെ അറസ്റ്റ് ചെയ്തു. വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കൊറിയർ മുഖേന കഞ്ചാവ് കടത്തുന്ന സംഘത്തിനെക്കുറിച്ച് വിവരം ലഭിച്ചിരുന്നു. മാധ്യമങ്ങളിലൂടെ പലരെയും പരിചയപ്പെട്ട് കൊറിയറിലൂടെ കഞ്ചാവ് അയച്ചു കൊടുക്കുകയായിരുന്നു കൊറിയർ ദാദ എന്നറിയപ്പെടുന്ന യോഗേഷിന്റെ രീതി. പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ IPSന്റെ നേതൃത്വത്തിൽ തൃശൂർ ഈസ്റ്റ് സബ് ഇൻസ്പെക്ടർമാരായ ബിബിൻ P നായർ, സുനിൽകുമാർ NB, തൃശൂർ സിറ്റി ഡാൻസ് ഓഫ് പോലീസ് അംഗമായ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ TV ജീവൻ, തൃശൂർ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ പ്രതീഷ് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ശശിധരൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. തൃശൂർ ജില്ലയിലെ ചാഴൂർ പഞ്ചായത്ത് കോലോത്തുംകടവിൽ പ്രവർത്തിക്കുന്ന ചേർപ്പ് ITIയിൽ ഷോർട്ട് ടേം കോഴ്സായ റൂഫ് ടോപ്പ് സോളാർ ടെക്നീഷ്യൻ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 15 ട്രെയിനുകൾക്ക് 5 ദിവസത്തെ ക്ലാസും 2 ദിവസത്തെ ജോബ് ട്രെയിനിങ്ങും 1 ദിവസത്തെ CBT പരീക്ഷയും അടങ്ങുന്നു. ഇലക്ട്രീഷ്യൻ, EL, ഇലക്ട്രോണിക്സ് മെക്കാനിക്, വയർമാൻ, ട്രേഡ് പാസ്സായി ട്രെയിനുകൾക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9633 447243.
നാഷണൽ ആയുഷ് മിഷൻ ഹോമിയോപ്പതി വകുപ്പിന് കീഴിൽ ആശുപത്രികളിലേക്കും ഡിസ്പെൻസറികളിലേക്കും ജനനി പദ്ധതിയിലെ മൾട്ടിപർപ്പസ് വർക്കർ തസ്തികയിലെ കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. ഉദ്യോഗാർത്ഥികൾ ബയോഡാറ്റ, സർട്ടിഫിക്കറ്റുകൾ, ഫോട്ടോ പതിപ്പിച്ച തിരിച്ചറിയൽ രേഖ ഒറിജിനൽ സഹിതം തൃശൂർ രാമോർമ്മ ജില്ലാ ആയുർവേദ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന പ്രോഗ്രാം മാനേജറുടെ ഓഫീസിൽ എത്തിച്ചേരുക. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക 0487 2939 1910. CPIM നേതാവും പാണഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമായ CP വില്യംസിന്റെ സഹോദരനും പരേതനായ ചെറുശ്ശേരി പത്രോസിന്റെ മകനുമായ CP ബേബി അന്തരിച്ചു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് മഞ്ഞക്കുന്നിലെ ഭവനത്തിൽ. വാണിയംപാറ സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിലാണ് മൃതദേഹ സംസ്കാരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഡി-സോൺ കലോത്സവത്തിന്റെ പേരിൽ KSU പ്രവർത്തകർക്കെതിരെ DYFI SFI അതിക്രമത്തിൽ പ്രതിഷേധിച്ച് KSU പ്രവർത്തകർ DIG ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഭരണഘടന എന്തെന്നറിയാത്തവർ ഭരിക്കുന്നത് രാജ്യത്തിന് അപമാനമെന്ന് ജസ്റ്റിസ് കമാൽ പാഷ. മാടക്കത്ര പഞ്ചായത്തിലെ പാലിയേറ്റീവ് ഡേ കലാഭവൻ സലീം ഉദ്ഘാടനം ചെയ്തു. അശ്വമേധം കുഷ്ഠരോഗ നിർണയ ഭവന സന്ദർശന ക്യാമ്പയിൻ ജില്ലാതല ഉദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.